ഹായ്. ഇന്ന് നമ്മുടെ ഒരു പിണ്ടിയും കൂടെ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് പിണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കഷ്ണം കൊണ്ടാണ് കേട്ടോ പിണ്ടി അച്ചാർ ഉണ്ടാക്കാനാണ് കേട്ടോ. നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് പിണ്ടി അരിയുന്നത് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി നമ്മുടെ കൈമത് ഇങ്ങനെ എടുക്കണം. എന്നാലും അതിന് ഒരു നാര് പോലെ ഉള്ളുണ്ട് കേട്ടോ. കൈക്ക് എടുത്താലും നാരുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും. അതുകൊണ്ട് നമ്മൾ നാര് ഇങ്ങനെ എടുത്ത് കളയണം. നമ്മളിതേ പിണ്ടി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടോ കയ്യിൽ ഇത്ര നാര് നമുക്ക് ഉണ്ടാ കയ്യിൽ കിട്ടിയാണ്. നമുക്കിനി ഇതെങ്ങനെ ഞങ്ങൾ വീട്ടിലെടുത്ത പോരും കേട്ടോ. പിന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് ഇതിങ്ങനെ ഇതുപോലെ അടക്കി എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം കേട്ടോ. അങ്ങനെ ഒന്ന് കണ്ടിച്ചെടുത്തിട്ട് ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇങ്ങനെ അരിയാന്ന് ഇച്ചിരി വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ അരിഞ്ഞെടുത്താൽ കറക്റ്റായിരിക്കും. പിണ്ടിയിൽ നിറച്ച് വെള്ളമായിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിണ്ടി വാഴയുടെ അകത്തിരിക്കുന്നതുകൊണ്ട് പിണ്ടി കഴുകണ്ട. എന്നാലും ഞാൻ ഇത് അരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും. പിണ്ടിയെല്ലാം നമ്മൾ അരിഞ്ഞതേ കണ്ടോ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ഞാൻ കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചേക്കണേ കേട്ടോ. അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കടുകിടാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടാൻ വെക്കാം. അടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് ഉണക്കമുളക് വേണ്ട. പിന്നെ അതിലേക്ക് നമ്മൾ 2 വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുള്ളൂ കേട്ടോ ആവശ്യത്തിനത്. ഇതിട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 2 കറിവേപ്പില കൊണ്ട് ഇടാം കേട്ടോ. നന്നായി ഒന്ന് മൂട്ടാൻ കിട്ടുമെങ്കിൽ നമുക്കിത് പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജോലി കഴിഞ്ഞാൽ നല്ല വെള്ളം പറ്റില്ല. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
പിണ്ടി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്നും കൂടെ തട്ടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കേട്ടോ. നമുക്കൊന്ന് മൂടി വെക്കാട്ടോ. നന്നായിട്ട് വരട്ടെ. നമുക്ക് ഇതൊന്നും തുറന്ന് നോക്കട്ടെ. പിണ്ടി എന്തായി നോക്കട്ടെ. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയാൻ കേട്ടോ. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി, പിന്നെ അച്ചാറ് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ മുളക് പൊടി കേട്ടോ. അച്ചാറ് പൊടി. ഇപ്പൊ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. നമ്മുടെ പിണ്ടി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതായിട്ട് കേട്ടോ. വെളിച്ചെണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വിനാഗിരി അല്ലാട്ടോ ചേർക്കുന്നത്. ഈ അച്ചാറിന് നമ്മൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതേ കുറച്ച് വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണ മുളക് പൊടി, അച്ചാറ് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിനായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ എന്തോരം കഷ്ണം എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചുള്ള എരിവിനുള്ള പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തോരം എരിവ് വേണം എന്നുള്ള രീതിയിൽ നോക്കട്ടെ കേട്ടോ. പുളി എന്തോരം കൂടിയുണ്ടെന്ന് നോക്കട്ടെ. ശകലം കൂടെ വെച്ചോ. നമ്മുടെ അച്ചാർ ഇതേ അടിപൊളിയായിട്ട് ഇതുണ്ട്. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇങ്ങനെ ഞാൻ പച്ച ഉലുവയാണ് കേട്ടോ പൊടിച്ച് വെച്ചത്. ഇങ്ങനെയാണ് സാധാരണ ഞാൻ ഇട്ട് കൊടുക്കാറ്. ഈ കായപ്പൊടി ചേർക്കണ്ട കേട്ടോ. അത് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ മേടിക്കുന്ന കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഉലുവ പിന്നെ പച്ചയ്ക്ക് തന്നെ ഞാൻ പൊടിച്ചാണ് ചേർക്കാറ്. അടിപൊളി പിണ്ടി അച്ചാർ റെഡി ആയിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഞാനായിട്ട് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് തയ്യാറാക്കിയ പിണ്ടി അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.